This is your last portion of this chapter, that is multiple approaches to the MIS structure. എങ്ങനെയാണ് ഒരു മാനേജ്മെൻറ്റ് MIS അപ്ലൈ ചെയ്യുന്നത്, ഓരോ ലെവൽ ഓഫ് മാനേജ്മെൻറ്റിൽ വിച്ച് ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ കൺസിഡർ ചെയ്യുന്നു, എങ്ങനെയാണ് ഡിസിഷൻസ് എടുക്കുന്നത്. അപ്രോച്ചസ് ആണ് 4 ടൈപ്പാണുള്ളത്. First one, the MIS structure based on operating elements. Second one, MIS structure based on decision making. And third one, the MIS structure based on the management activity. And finally, structure is based on organizational functions. അങ്ങനെ 4 കാറ്റഗറി ആയിട്ടാണ് MISൻ്റെ അപ്രോച്ചസ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ, ദ ഓപ്പറേറ്റിംഗ് എലമെൻറ്റ്സ്. ഓപ്പറേറ്റിംഗ് മീൻസ് നമുക്ക് ഒരു സിസ്റ്റം ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റം എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, അപ്പോൾ അതിൽ 3 ലെവലായിട്ടാണ് അത് ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ദ ഫിസിക്കൽ കമ്പോണൻസ്. സെക്കൻഡ് വൺ, ദ പ്രോസസ്സിംഗ് ഫംഗ്ഷൻ. ആൻഡ് ഫൈനലി ദ ഔട്ട്പുട്ട് ഫോർ യൂസേഴ്സ്. So the physical components includes 5 types. First one, the hardware, software, database, procedure and operating personnel. Hardware നമുക്കറിയാം എന്താണ്, all the physical components like computer, CPU, monitor, mouse, etc. We can touch, that is the physical components. Next is software. The software is divided to 2 generic types. First one, the system software and applications. സോഫ്റ്റ്വെയർ അത് നമ്മൾ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ഓരോ ഫങ്ഷൻസും ചെയ്യേണ്ടത്, അതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ദെൻ ആപ്ലിക്കേഷൻസ്, നമുക്കറിയാം ഓരോ ആപ്പുകൾ ഉണ്ടായിരിക്കും, അതായത് ഓരോ പെർഫോം ചെയ്യാനായിട്ട് ഓരോ ടാസ്കുകൾ പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. അതൊക്കെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ സിസ്റ്റം ഹാൻഡിൽ ചെയ്യണം, അതിനുള്ളൊരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ, ഡാറ്റാബേസ്. ഒരു കമ്പനിയിലെ ഡാറ്റാബേസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ടെക്നിക്സിനെ പറ്റിയിട്ടായിരിക്കാം, എന്തും ആയിക്കോട്ടെ അതിൻ്റെ ഒരു കളക്ഷൻ ഓഫ് ഡാറ്റയാണ്, ഒരു ബിഗ് ഫയലിനെയാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്തിട്ടാണ് ഓരോ മാനേജ്മെൻറ്റും അവരുടേതായിട്ടുള്ള ഗോൾസും അല്ലെങ്കിൽ ഡിസിഷൻസ് അവർ ഫ്രെയിം ഔട്ട് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് വൺ, ദ പ്രൊസീജിയർ. നമുക്ക് എങ്ങനെ ഒരു ഡാറ്റയെ അല്ലെങ്കിൽ ഡാറ്റാബേസിനെ പ്രോസസ്സ് ചെയ്തിട്ട് ഒരു ഡിസിഷനാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും, അതിനുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ പ്രൊസീജിയർ എന്ന് പറയാം. അതിനൊരു പ്രോസസ്സിങ് ഉണ്ടായിരിക്കും, ആ പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് പ്രൊസീജിയർ. ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷനാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ദ ഓപ്പറേറ്റിംഗ് പേഴ്സണൽ. ഒരിക്കലും കമ്പ്യൂട്ടറിന് സെൽഫായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു വ്യക്തി കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ കോമൺ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടാണ് ഒരു സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഓപ്പറേറ്റിംഗ് പേഴ്സണൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സിസ്റ്റം ടെക്നീഷ്യൻസ് ആയിരിക്കാം, മാനേജേഴ്സ്, സിസ്റ്റം അനലൈസ്റ്റ്, ഇവരൊക്കെ ഓപ്പറേറ്റിംഗ് പേഴ്സണലിൽ ഇൻവോൾവ് ചെയ്യുന്ന വ്യക്തികളാണ്. ഇതാണ് ഫിസിക്കൽ കമ്പോണൻസ് ആയിട്ട് പറയുന്നത്. അടുത്ത ഡിവിഷനാണ് വരുന്നത് എന്ത്, പ്രോസസ്സിംഗ് ഫങ്ഷൻസ്. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രോസസ് ട്രാൻസിഷൻ. ഒരു കമ്പനിയിലെ പല ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും. ഒന്ന് മാർക്കറ്റിംഗ് ആയിരിക്കാം, സെയിൽസ്, പർച്ചേസ്, ഡെപ്പോസിറ്റ്സ്, വിത്ഡ്രോവൽസ്, റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ്. ഏത് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് ആയിക്കോട്ടെ അത് നമുക്ക് എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം, ഓക്കെ, അല്ലെങ്കിൽ അത് മെഷർ ചെയ്യണം. അത് നമ്മൾ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു, അതാണ് സെക്കൻഡ് ആയിട്ട് പറയുന്നത് മെയിൻറ്റെയിൻ ദ മാസ്റ്റർ ഫയൽസ്. നമ്മളത് ലെഡ്ജർ ആയിട്ടോ, ഏത് പർച്ചേസ് ലെഡ്ജർ, സെയിൽസ് ലെഡ്ജർ, ക്യാഷ് ബുക്ക്, ഇങ്ങനെ നമ്മൾ പല റെക്കോർഡ്സുകളായിട്ടത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതാണ് മെയിൻറ്റെയിൻ ദ മാസ്റ്റർ ഫയൽസ്. ആൻഡ് തേർഡ് വൺ, ആ പ്രോസസ്സ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ആ റിപ്പോർട്ട്സിന് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത മാസ്റ്റർ ഫയൽസ്, അതായത് ലെഡ്ജേഴ്സോ ബുക്സോ എന്തോ ആവാം, അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുക. 3 ടൈപ്പ് റിപ്പോർട്ട്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇൻഫോർമേഷണൽ, സെക്കൻഡ് വൺ ആക്ഷൻ ഓറിയൻറ്റഡ്, ആൻഡ് ലാസ്റ്റ് വൺ ദ ഇൻവെസ്റ്റിഗേഷണൽ റിപ്പോർട്ട്സ്.
ഈ 3 ടൈപ്പ് ഓഫ് റിപ്പോർട്ട്സുകളായിട്ട് നമ്മൾ ആ മാസ്റ്റർ ഫയൽസിനെ കൺവേർട്ട് ചെയ്തെടുക്കുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ പ്രോസസ് എൻക്വയറീസ്. നമുക്ക് എന്തെങ്കിലും, അതായത് നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എംപ്ലോയീസിന് എന്തെങ്കിലും എൻക്വയറീസ് നടത്തണം അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെങ്കിൽ നമ്മൾ ഈ ഒരു ഡാറ്റാസ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻഫോർമേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു കറണ്ട് സ്റ്റാറ്റസ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഡെപ്റ്റേഴ്സ് എത്ര എമൗണ്ട് ഡെപ്റ്റേഴ്സ് ഉണ്ട്, ആരൊക്കെയാണ്, അത് അവർ ഡെപ്റ്റ് കൊടുത്ത് തീർത്തോ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഒരു എൻക്വയറി നടത്തണം. ആ ഒരു ടൈപ്പ് ഓഫ് ഇൻഫോർമേഷനാണ് പ്രോസസ് എൻക്വയറീസ്. ആൻഡ് ലാസ്റ്റ് വൺ ദ പ്രോസസ് ഇൻ്ററാക്റ്റീവ് സപ്പോർട്ട് ആപ്ലിക്കേഷൻസ്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ സപ്പോർട്ട് വേണം. ഓക്കെ, നമ്മളിപ്പോൾ ടാലി, അതായത് അക്കൗണ്ടിങ്ങിലായിട്ടുള്ള പല സോഫ്റ്റ്വെയറുകളും ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സ്മൂത്തായിട്ട് MIS വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നു. ഇതാണ് സെക്കൻഡ് ഡിവിഷൻ പറഞ്ഞ ഇത് പ്രോസസ് ഫങ്ഷൻസ്. ആൻഡ് ലാസ്റ്റ് വൺ ദ ഔട്ട്പുട്ട് ഫോർ യൂസേഴ്സ്. എങ്ങനെയാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്ത ഡാറ്റ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് ഔട്ട്പുട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ദ ട്രാൻസാക്ഷൻസ് ഡോക്യുമെൻറ്റ്സ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു പ്രോസസ് ട്രാൻസാക്ഷൻസ്, അതായത് ഒരു കമ്പനിയിൽ പല ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കാം. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ്, നേരത്തെ പറഞ്ഞ ലെഡ്ജറോ അതൊരു ഡോക്യുമെൻ്റാണ്, കാരണം അത് പ്രോസസ്സ് ചെയ്തിട്ടുള്ളതാണ്. പർച്ചേസ് ലെഡ്ജർ ബുക്ക്, ക്യാഷ് ബുക്ക്, ബാങ്ക് ഡീറ്റെയിൽസ്, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ട്രാൻസാക്ഷൻ ഡോക്യുമെൻറ്റ്സ് കിട്ടും. അതിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: ആക്ഷൻ ഡോക്യുമെൻറ്റ്സ്, ഇൻഫോർമേഷൻ ഡോക്യുമെൻറ്റ്സ്, ലാസ്റ്റ് വൺ ഇൻവെസ്റ്റിഗേഷൻ. ആക്ഷൻ മീൻസ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ആക്ഷൻ വേണ്ടി വരും, ഒരു ഡിസിഷൻ എടുക്കണം ഇമ്മീഡിയറ്റ് ആയിട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പർച്ചേസ് നടത്തണം. അപ്പോൾ ഒരു ടെൻഡറും കൊട്ടേഷനൊക്കെ അനുസരിച്ചാണ് നമ്മൾ സപ്ലയേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അവിടെ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷനാണ് നടക്കുന്നത്. ദെൻ ഫൈനലി നമുക്ക് എന്ത് വരുന്നു, ആ ഒരു പർച്ചേസ് നടത്തുന്നതിൻ്റെ ഒരു സർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതാണ് ആക്ഷൻ ഡോക്യുമെൻ്റ്. നെക്സ്റ്റ് വൺ ദ ഇൻഫോർമേഷൻ ഡോക്യുമെൻ്റ്. ഇൻഫോർമേഷൻ മീൻസ് നമുക്ക് ആ ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ നടന്നതിൻ്റെ ഒരു റെക്കോർഡ്സ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആ ഒരു ഡോക്യുമെൻ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അന്ന് നടന്നിട്ടുള്ള ഈ ഡേ ടു ഡേ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ 1 ഇയർ നടന്നിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് ഗ്യാദർ ചെയ്യാനായിട്ട് സാധിക്കും. ലാസ്റ്റ് വൺ ദ ഇൻവെസ്റ്റിഗേഷണൽ ഡോക്യുമെൻറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പ്രോസസ് എൻക്വയറീസ്. നമുക്ക് ചില കേസുകൾ അല്ലെങ്കിൽ ചില ട്രാൻസാക്ഷൻസിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും ത്രൂ ദ എൻക്വയറീസ്. അത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ കറണ്ട് സ്റ്റാറ്റസ് എങ്ങനെയുണ്ട്, ഇപ്പോഴത്തെ പൊസിഷൻ എത്രയാണ്, എത്ര ക്രെഡിറ്റേഴ്സ് ഉണ്ട്, എത്ര എമൗണ്ട് ഉണ്ട്, നമ്മളതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് 3 ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ഡോക്യുമെൻറ്റ്സ്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ഔട്ട്പുട്ടാണ് പ്രീ പ്ലാൻഡ് റിപ്പോർട്ട്സ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു വർഷം നടന്നിട്ടുള്ള സെയിൽസോ പർച്ചേസോ അതിൻ്റെ ഒരു പ്ലാനിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇത് പ്രീ പ്ലാൻഡ് ആണ്. റെഗുലറായിട്ട് നമ്മളത് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അതായത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് പ്രീ പ്ലാൻഡ് റിപ്പോർട്ട്സ്. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് അഡോക് റിപ്പോർട്ട്സ്. അത് റെഗുലറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യില്ല, സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാത്രമേ നമ്മൾ ആ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ദേ ആർ ദ യൂണിക് ആൻഡ് അൺഷെഡ്യൂൾഡ് റിപ്പോർട്ട്സ് ആണ് അഡോക് റിപ്പോർട്ട്സ്. ആൻഡ് നെക്സ്റ്റ് വൺ പ്രീ പ്ലാൻഡ് എൻക്വയറി റെസ്പോൺസ്. നമ്മൾ എൻക്വയറി ചെയ്യുന്നു, അതിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു റെസ്പോൺസ് അത് നമ്മൾ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് എന്താ റെസ്പോൺസുകൾ നമ്മൾ ഔട്ട്പുട്ട് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് വൺ ദ യൂസർ മിഷൻ ഡയലോഗ്. നമ്മൾ ഈ റിപ്പോർട്ട്സുകളെല്ലാം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം സിൻടാക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കൊരു HTML, C++, ഇതിലൊക്കെ എന്താണ് നമ്മളൊരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്നു ആ ഡാറ്റ ബേസിൽ നിന്ന്. അതുപോലെ തന്നെ SQL, അതൊക്കെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്, പല ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് ഇത് ഡയലോഗ് മീൻസ് എന്താണ്, നമ്മൾ ഒരു കോഡ് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എഴുതുന്നു, ആ പ്രോഗ്രാമാണ് കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണോ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന ബേസിസിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മാനുവലായി ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. കാരണം അതുകൊണ്ടാണ് നമ്മൾ MIS ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ MIS ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് ത്രൂ ദ സിസ്റ്റം ഈസി ആയിട്ട് നമുക്ക്
റിപ്പോർട്ട്സുകൾ അല്ലെങ്കിൽ ഔട്ട്പുട്ടുകളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഇങ്ങനെയാണ് ഫസ്റ്റത്തെ അപ്രോച്ച്, അതായത് MIS ബേസ്ഡ് ഓൺ ഓപ്പറേറ്റിംഗ് എലമെൻറ്റ്സ്. നെക്സ്റ്റ് അപ്രോച്ച് ഈസ് the MIS structure based on the decision making. അടുത്ത ഏരിയ ആണ് ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഡിസിഷൻ മേക്കിംഗ് പർപ്പസ്. കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഗോൾസ് ഏതൊക്കെ വേണം, എന്ത് സ്ട്രാറ്റജിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ഓരോ ദിവസവും നമ്മൾ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, മാർക്കറ്റിൽ എങ്ങനെ നമ്മൾ നല്ലൊരു ഷെയർ ഡീൽ ചെയ്യണം, അപ്പോൾ ഇങ്ങനെയുള്ള പല ഡിസിഷൻസ് ഉണ്ടായിരിക്കാം. അതെങ്ങനെയാണ് ത്രൂ ദ MIS അവർ എടുക്കുന്നത് നമുക്ക് നോക്കാം. ഒരു പ്രൊസീജിയർ ഉണ്ട്, 4 സ്റ്റേജോട് കൂടിയാണ് ഈ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഇൻ്റലിജൻസ് സ്റ്റേജ്. ഇൻ്റലിജൻസിൽ നമ്മൾ എന്ത് ഡിസിഷൻസ് ആണ് എടുക്കേണ്ടത്, ഏത് ഏരിയ ആണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യാൻ നോക്കും. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ആണ് സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചോ, അതിലൊരു ഒബ്ജക്റ്റീവ്, ഒരു എക്സാമ്പിൾ, നമുക്ക് ഇത്രയും ടൈമിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 1 വീക്കിനുള്ളിൽ ഇത്ര ടൺ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ മാർക്കറ്റ് നല്ലപോലെ കോമ്പറ്റേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും സ്ട്രാറ്റജീസ് എന്തോ ആവട്ടെ. അതിന് ഏത് ഏരിയ ആണ് നമ്മൾ ആദ്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതനുസരിച്ച് സെക്കൻഡ് സ്റ്റേജിൽ ഡിസൈൻ. എന്താണ് ഡിസൈൻ ചെയ്യുന്നത്, അത് അച്ചീവ് ചെയ്യാനുള്ള എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടോ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും, അത് പല ചോയ്സുകൾ നമുക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അതേതാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. അത് ഡിസൈൻ ചെയ്യുന്നത് ഓർഗനൈസേഷൻ്റെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൊല്യൂഷൻസ് എല്ലാം ഡിസൈൻ ചെയ്യാനുള്ള ഓൾട്ടർനേറ്റീവ് സെറ്റ് ചെയ്യുന്നത്. ആൻഡ് തേർഡ് സ്റ്റേജ് ചോയ്സ് സ്റ്റേജ്. നമ്മുടെ ഏതാണ് സൊല്യൂഷൻ, ഏത് ടൈപ്പ് സൊല്യൂഷൻ വേണം, അതിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് ബെസ്റ്റാണ് അല്ലെങ്കിൽ അതിൻ്റെ ഡിമെറിറ്റ്സും അതിൻ്റെ സൈഡ് എന്താ പറയുക, നമ്മൾ പറയുക നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ നോക്കി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുക. ആൻഡ് ഫൈനലി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. ഫസ്റ്റ് വൺ ഇൻ്റലിജൻസ് സ്റ്റേജ്, അതായത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക വിച്ച് ഏരിയ വിച്ച് ഡിസിഷൻസ്. ആൻഡ് സെക്കൻഡ് ഡിസൈൻ, നമ്മളൊരു ഓൾട്ടർനേറ്റീവ്സ് എല്ലാം സെലക്ട് ചെയ്ത് വെക്കും. തേർഡ് വൺ നമ്മളതിനെ ഇവാലുവേറ്റ് ചെയ്യുക, ദെൻ ബെസ്റ്റ് വൺ സെലക്ട് ചെയ്യുക. ആൻഡ് ഫൈനലി ആ സെലക്ട് ചെയ്തിട്ടുള്ള ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ബെസ്റ്റ് സൊല്യൂഷൻ ഏതാണെങ്കിൽ അത് ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇതാണ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. 2 ടൈപ്പ് ഡിസിഷൻസ് ആണുള്ളത്, അല്ലെങ്കിൽ 2 രീതിയിൽ നമുക്ക് ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റും based on the situations. First one, the programmed or structured decisions, and second one, non-programmable or unstructured decisions. 2 ടൈപ്പ് ഡിസിഷൻസ് ആണ് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിലുള്ളത്. അതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് പ്രോഗ്രാംഡ് ഓർ സ്ട്രക്ചേർഡ് ഡിസിഷൻ. ദേ ആർ വെൽ ഡിഫൈൻഡ്, റിപ്പീറ്റേറ്റീവ് ആൻഡ് റുട്ടൈൻ നേച്ചർ. അതായത് ഡേ ടു ഡേ ആയിട്ട് നമ്മളതിനെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കും. സ്ട്രക്ചേർഡ് ആണ്. ബട്ട് നോൺ പ്രോഗ്രാമബിൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. കാരണം അത് യുണീക്ക് ആണ്, ഒപ്പം തന്നെ നോൺ റിപ്പീറ്റേറ്റീവ് ആണ്. ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാത്രമായിരിക്കും അവരെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കുക, സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇറ്റ്സ് റിലേറ്റഡ് ടു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. കാരണം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഒരിക്കലും എന്താണ് ഡേ ടു ഡേ ഡിസിഷൻസ് എടുക്കില്ല. അവർ ലോങ് ടേം ആയിട്ടുള്ള ഡിസിഷൻസ്, അതായത് ഗോൾസ്, പോളിസീസ് അത്ര മാത്രമേ അവർ സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് അൺസ്ട്രക്ചേർഡ് ഡിസിഷൻസ്. സ്ട്രക്ചേർഡ് ഡിസിഷൻസ് മീൻസ് ഡേ ടു ഡേ നമ്മൾ അതിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഡിസിഷൻസ് എടുത്തുകൊണ്ടേയിരിക്കുന്നു. അതാണ് പ്രോഗ്രാംഡ് ഓർ സ്ട്രക്ചേർഡ് ഡിസിഷൻ. നെക്സ്റ്റ് പോയിന്റ് ആണ് പ്രീ ഡിറ്റർമൈൻഡ് ഡിസിഷൻസ്, റൂൾസ് ഓർ അൽഗോരിതംസ് ആർ യൂസ്ഡ്. നമ്മൾ പറഞ്ഞു സ്ട്രക്ചേർഡ് ആണ്, അതുകൊണ്ട് തന്നെ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഡിസിഷൻ റൂൾസുകൾ അതുപോലെ തന്നെ അൽഗോരിതം എല്ലാം അപ്ലൈ ചെയ്യുന്നു. ബട്ട് ഇൻ ദ കേസ് ഓഫ് നോൺ പ്രോഗ്രാമബിൾ, no predetermined procedures available for the solving problems. And third one, these decisions can be delegated to the lower level employees. Structured എപ്പോഴും lower level management ആയിട്ട് റിലേറ്റഡ് ആണ്. അത് നമുക്ക് വേണമെങ്കിൽ ഓരോ സബോർഡിനേറ്റ്സ് നമുക്ക് ഡെലിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം.
ബട്ട് നോൺ പ്രോഗ്രാമബിൾ ഇസ് റിലേറ്റഡ് ടു ടോപ്പ് ലെവൽ. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അതോറിറ്റി അവർ ഒരിക്കലും ഡെലിഗേറ്റ് ചെയ്യില്ല. കാരണം ഓവറോൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ്റെ ഡിസിഷൻസ് ആണ് അവരെടുക്കുന്നത്. സോ ദീസ് ഡിസിഷൻസ് ക്യാൻ നോട്ട് ബി ഡെലിഗേറ്റഡ്. ആൻഡ് ഫോർത്ത് പോയിന്റ്, ദ കോസ്റ്റ് ഓഫ് ടേക്കിംഗ് സച്ച് ഡിസിഷൻസ് ഈസ് ലോ. കാരണം നമുക്ക് അത്ര വെൽ എക്സ്പേർട്സ് നമുക്കൊന്നും ആവശ്യമില്ല. കാരണം സാധാരണ ഡേ ടു ഡേ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഡിസിഷൻസ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. സോ നമുക്ക് അതിനുള്ള കോസ്റ്റും വരുന്നില്ല. ബട്ട് ദ നോൺ പ്രോഗ്രാമബിൾ അതിൻ്റെ കോസ്റ്റ് എടുക്കുന്നത് കുറച്ചും കൂടി ഹൈ ആണ്. എക്സ്പെർട്ടേഴ്സും അല്ലെങ്കിൽ അത്രയും ഒരു എക്സ്പേർട്ട് പാനൽ തന്നെ ഉണ്ടായിരിക്കും. അവരായിരിക്കും ആ കോസ്റ്റ് അവർക്ക് ബേർഡൻ ചെയ്യണം. കാരണം അവർ ഇത്ര ടൈം ഇടുന്നതിൻ്റെ ഒരു റിമ്യൂണറേഷൻ നമുക്ക് പേ ചെയ്ത് നടത്തേണ്ടി വരും. സോ ഇറ്റ്സ് വെരി ഹൈ കോസ്റ്റ്. ആൻഡ് ലാസ്റ്റ് വൺ, ദ ഡിസിഷൻസ് ക്യാൻ ബി മെയ്ഡ് വിത്ത് ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ആ ഡിസിഷൻസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് എത്രത്തോളം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു, ഓക്കെ, അത് നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും കമ്പ്യൂട്ടർ വഴി. നോൺ പ്രോഗ്രാമിൽ എന്താണ് അങ്ങനെയുള്ള ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, ബട്ട് മാനേജ്മെൻ്റ് ആണ് കൂടുതൽ അതിൻ്റെ ഡിസിഷൻസ് എല്ലാം പ്രോബ്ലം അല്ലെങ്കിൽ എന്ത് മെത്തഡോളജിയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടതെന്നെല്ലാം മാനേജ്മെൻ്റ് ആണ്, ഏത് ഹ്യൂമൻ ബീങ്സ് ആണ് കൂടുതൽ നോക്കുന്നത്. ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രോഗ്രാംഡ് ഓർ നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ്. ഒന്ന് സിമ്പിളായി പറയുകയാണെങ്കിൽ പ്രോഗ്രാംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റേറ്റീവ് ആണ്, അതായത് റിലേറ്റഡ് ടു ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. നോൺ പ്രോഗ്രാമബിൾ ദേ ആർ യൂണിക്, ഒരിക്കലും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇറ്റ്സ് റിലേറ്റഡ് ടു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. അടുത്ത അപ്രോച്ചാണ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി. നിങ്ങൾ +1 മുതൽ പഠിച്ചെടുക്കുന്ന ആ ഒരു ക്ലാസിഫിക്കേഷനാണ് മാനേജ്മെൻറ്റ്. സ്ട്രാറ്റജിക്, ടാക്റ്റിക്കൽ മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻ ലെവൽ മാനേജ്മെൻറ്റ്. അതിന് ഒന്നും കൂടി ഒന്ന് സിംപ്ലിഫൈ പറയുകയാണെങ്കിൽ ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ. എങ്ങനെയാണ് നമുക്ക് ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ MIS 3 ലെവൽ മാനേജ്മെൻറ്റിൽ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് മാനേജ്മെൻറ്റ് ഈസ് സ്ട്രാറ്റജിക്, അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ദ ഫസ്റ്റ് ഡിസിഷൻ ഏരിയ ഓഫ് മാനേജ്മെൻറ്റ് ഈസ് ദ സ്ട്രാറ്റജിക് പ്ലാനിംഗ് ലെവൽ ഓർ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. Top level management develops the overall organizational goals, strategies, policies, objectives through the long range strategic planning. അതൊരു ലോങ് ടേം ആണ്. ആ ഡിസിഷൻസ് എല്ലാം ലോങ് ടേം ആയിട്ടായിരിക്കും. അത് അവർ എക്സ്റ്റേണൽ ആയിട്ടുള്ള ലൈക്ക് കോമ്പറ്റീറ്റേഴ്സ് പോളിസി, മാർക്കറ്റ് കണ്ടീഷൻസ്, ഗവൺമെൻറ് പോളിസി, ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ലോങ് ടേം ആണ്. The decisions at a strategic level are unstructured and not programmed. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു എന്താണ് പ്രോഗ്രാംഡ്. കാരണം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഒരിക്കലും എന്തല്ല, സ്ട്രക്ചേർഡ് അല്ല, ഇത് യൂണീക്ക് ആണ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻസ് സിസ്റ്റം, അതായത് MIS. സെക്കൻഡ് വൺ, മാനേജ്മെൻറ്റ് കൺട്രോൾ ഓർ ടാക്റ്റിക്കൽ മാനേജ്മെൻറ്റ്. ദാറ്റ് മീൻസ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. The management control level or middle level management makes plan and compare the actual performance with the standards. If there is any deviations, they will take the corrective actions. അതാണ് അവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ടാക്റ്റിക്കൽ മാനേജേഴ്സ് ചെയ്യുന്നത് കറൻറ്റ് സിറ്റുവേഷൻസ് എങ്ങനെയുണ്ട്, ദെൻ നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും, ദെൻ അത് കമ്പയർ ചെയ്യുന്നു. ഇഫ് ദർ ഈസ് എനി ഡീവിയേഷൻസ്, ദേ വിൽ ടേക്ക് ദ കറക്റ്റീവ് ആക്ഷൻസ്. The managers are responsible for the finding the best operational measure to accomplish the strategic decisions set by the top level management. നമുക്കറിയാം മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് മെയിൻ ഡ്യൂട്ടി ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എടുത്തിരിക്കുന്ന ഡിസിഷൻസ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യുക. അതാണ് മെയിനായിട്ട് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ഡ്യൂട്ടി. അപ്പോൾ അവർ മാക്സിമം ബെസ്റ്റ് ഓപ്പറേഷണൽ മെഷറാണ് അവർ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ ഡാറ്റയാണ്. ഇത് ഇൻറ്റേർണൽ മീൻസ് ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിൻ്റെ ഇൻഫോർമേഷൻസ് ആയിരിക്കും അവർ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. എക്സ്റ്റേണൽ മീൻസ് ബിസിനസ് എൻവയോൺമെൻറ്റ് എങ്ങനെയുണ്ട്, ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ടാണ് അവർ ഇൻഫോർമേഷൻ സിസ്റ്റം പ്രോസസ്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് ഇസ് ദ ഡിസിഷൻസ് അറ്റ് ദ മാനേജ്മെൻറ്റ് കൺട്രോൾ ആർ സെമി സ്ട്രക്ചേർഡ്. അതായത് രണ്ടിലും ഒരു കോമ്പിനേഷനാണ്, അതായത് സ്ട്രക്ചേർഡ് ആയിരിക്കാം, അൺസ്ട്രക്ചേർഡ് ആയിരിക്കാം.
And last level is operational management. It's related to lower level management. This deals with routine activities. അതായത് ഡേ ടു ഡേ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഡീൽ ചെയ്യുന്നത്. Operational control makes the use of the predetermined procedure and decision rules. അവർ ഓൾറെഡി അവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ, കാരണം ഓപ്പറേഷൻ ലെവൽ എപ്പോഴും പ്രോഗ്രാംഡ് അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ഡിസിഷൻസ് ആണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും ഉണ്ടായിരിക്കും. The information source of operational control is mainly comes from the internal data generated from the transitions. ഇവർ യൂസ് ചെയ്യുന്ന ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഡാറ്റ എന്ന് പറയുന്നത് ഇൻറ്റേർണലി ജനറേറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ്, അതായത് പർച്ചേസ്, സെയിൽസ്, അതാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇൻഫോർമേഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, ദ ഡിസിഷൻസ് ആർ വെൽ സ്ട്രക്ചേർഡ് ഓഫ് പ്രോഗ്രാം. നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രക്ചേർഡ് ആണ്, ഒരു പ്രീ ഡിറ്റർമൈൻഡുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും, അതനുസരിച്ച് അവർ ഫോളോ ചെയ്യും. ഇങ്ങനെയാണ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് സ്ട്രാറ്റജിക്, ഇസ് റിലേറ്റഡ് ടു ടോപ്പ് ലെവൽ, ആൻഡ് സെക്കൻഡ് വൺ മാനേജ്മെൻറ്റ് കൺട്രോൾ ഓർ ടാക്ടിക്കൽ മാനേജ്മെൻറ്റ്, ഇസ് ഡീൽസ് വിത്ത് middle level management, and last one the operational management, is related to lower level management. And the last structure is organizational functions. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, ഫങ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, HR, ലോജിസ്റ്റിക്. അതിൽ പ്രൊഡക്ഷൻ ഫങ്ഷനിൽ എന്താണ്, നമുക്ക് എത്ര പ്രൊഡക്റ്റാണ്, എന്ത് ടൈപ്പ് പ്രൊഡക്റ്റാണ് വേണ്ടത്, എങ്ങനെയായിരിക്കണം അതിൻ്റെ ഫീച്ചേഴ്സ്, ഓക്കെ. അപ്പോൾ അതിനായിട്ടുള്ള മെയിൻ കാര്യങ്ങൾ അവർ സെറ്റ് ചെയ്യുന്നു. എത്ര പ്രൊഡക്ഷൻ ഓർഡേഴ്സ് വേണം, ഏത് ഇൻപുട്ട് ഔട്ട്പുട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ്, അതിലെല്ലാം ലെവൽ ഓഫ് മാനേജ്മെൻറ്റും വരുന്നുണ്ട്. ഈ പറഞ്ഞ ഓരോ ഫങ്ഷൻസിലും നമ്മുടെ 3 ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ എന്ത് വരും, അവരതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കും, അതായത് എത്ര പ്രൊഡക്ട്സ് വേണമെന്ന് അവർ ടാർഗറ്റ് ചെയ്യും. ഓക്കെ, അതനുസരിച്ചാണ് ബാക്കിയുള്ള ലെവൽ മാനേജ്മെൻറ്റിന് ഓക്കെ ഇന്ന സപ്ലയർ വേൾക്കാം, ദെൻ ലോവർ ലെവൽ ആണെങ്കിൽ അത് അവർ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി മാർക്കറ്റിങ്ങിൽ അങ്ങനെ തന്നെ, മാർക്കറ്റിംഗ് നമുക്ക് എന്താണെന്ന് അറിയാം, ഓരോ ഫങ്ഷൻസ് നമുക്ക് എന്താണെന്ന് അറിയാം, അതിൽ ഓരോ ലെവൽ ഓഫ് മാനേജ്മെൻറ്റും അവരുടേതായിട്ടുള്ള ഇൻഫോർമേഷൻസ് അവർ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ബേസിസിലാണ്, അതായത് ഓരോ ഹെഡുകൾക്ക്, അതായത് ഓരോ ഫങ്ഷൻസ്, അതായത് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, HR, ലോജിസ്റ്റിക്, ഓരോ ഏരിയയിലും ഓരോ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നത്. മെയിനായിട്ട് എടുക്കുന്നത് സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ്, ഇത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. ബാക്കിയുള്ള ലെവൽസ് അവരെന്ത് ചെയ്യുന്നു, അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള സബായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. ഇതാണ് ലാസ്റ്റ് പോയിന്റ്. ഇത് ഞാൻ അധികം ഡീറ്റെയിൽ ആക്കുന്നില്ല, കാരണം നമുക്ക് ഓരോ പോയിന്റ് എന്താണെന്ന് നമുക്കറിയാം. അത് കമ്പൈൻ ചെയ്ത് നിങ്ങൾ എഴുതുക. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് MIS അപ്രോച്ചസ്. ഷുവർ ക്വസ്റ്റ്യൻ ലോങ് എസ്സേക്ക് ചോദിക്കാറുള്ള ഒരു ഭാഗം തന്നെയാണ്. 4 ഡിവിഷൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്ന് ഓപ്പറേറ്റിംഗ് എലമെൻറ്റ്സ്, decision making, management activity, and finally organization functions. ഇപ്പോൾ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ MIS, അതായത് മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം, അതായത് മാനേജ്മെൻറ്റ് പ്ലസ് ഇൻഫോർമേഷൻ സിസ്റ്റം, അത് കമ്പയർ ചെയ്തിട്ട് എഴുതുക. നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫോർമേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു ക്ലാസ്സോട് കൂടി ഈ ഒരു ചാപ്റ്റർ കഴിയുകയാണ്. അപ്പം നല്ലപോലെ, അതായത് ഇതിൽ മെയിനായിട്ട് വരുന്നത് MIS എന്നൊരു പോർഷനാണ്, അതായത് മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. അപ്പോൾ അതെന്താണെന്ന് പഠിക്കുക, ഫീച്ചേഴ്സ്, ഫങ്ഷൻസ്, ഒബ്ജക്റ്റീവ്സ്, ദെൻ ഡിസിപ്ലിൻ ഏരിയാസ്, ബേസിക് സ്ട്രക്ചറൽ കൺസെപ്റ്റ്, ആൻഡ് ഫൈനലി ദ അപ്രോച്ചസ്, MIS അപ്രോച്ചസ്. ഈ പോർഷൻ, ഈ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ഈ പോർഷൻ ഷുവറാണ്, ഏതെങ്കിലും ഒരു അപ്രോച്ചസ് ചോദിക്കാതിരിക്കില്ല. കൂടുതലായിട്ടും 4 അപ്രോച്ചസും ചോദിക്കാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.